ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ രാവിലെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാലും പിന്നെ വിചാരിച്ച് ചോറും കറിയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് എന്താ ഇന്ന് വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 1:30 മണിയായിട്ടുണ്ടാവട്ടെ വീഡിയോ എടുക്കുമ്പോൾ. ഇത് 2:30 ആകുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കില്ല ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇപ്പോൾ 3 മണിയായാലും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയുക, തിരക്കൊക്കെ ആയിട്ടാണ്. പിന്നെ വീട് പണീൻ്റെ ചെറിയ 2-3 ദിവസം വീട് പണീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ തിരക്കായി. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ ഒന്നും കൂടി തിരക്കും കാര്യങ്ങളൊക്കെ കൂടി പിന്നെ ഒരു മടി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ നമ്മുടെ കോഴികൾക്ക് സുഖമില്ലാതൊക്കെ ആയി, അങ്ങനെ ഒരു എന്താ പറയുക ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്കറിയാം അതിൻ്റെ ഒരു മൈൻഡ് എത്രത്തോളം ഉണ്ടാവുന്നുള്ളത്. നമ്മൾ കോഴികൾക്ക് ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ അവർക്ക് മാറുന്നവരെ നമുക്ക് ഒരു ടെൻഷനായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയാട്ടോ. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കോയിൻ്റെ ഈ ഒരു കുരുപ്പിൻ്റെ ഒരു അസുഖം പറയാനേ നേരമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു എന്താ പറയുക 2-3 വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് എന്താ പറയുക ഈ ഒരു കുരുപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക അധികമായിട്ട് ബാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വലിയ കോഴികൾക്കൊക്കെ സുഖമായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും തിരക്കായിട്ടാട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടാൽ ഇന്ന് റീച്ചാലെന്ന് വെച്ചാൽ വലിയ റീച്ചൊന്നും ആവില്ല, വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ മാത്രം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ നമ്മുടെ അമ്പലത്തിലെ പരിപാടിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ലൈവ് ഒന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നാളെയാണ് നമ്മുടെ അമ്പലത്തിലെ പരിപാടി കേട്ടോ. പിന്നെ അതിൻ്റെ കൂപ്പണും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മൾ യൂട്യൂബിൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കൂപ്പണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പറയാം കേട്ടോ. കൂപ്പൺ വേണ്ടതെന്നല്ല കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നല്ല ചൂടാണ്. പിന്നെ നമ്മുടെ ഇപ്പം അറിയാമല്ലോ എപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ എപ്പോഴും മഴയല്ലേ. പിന്നെ നമ്മുടെ കോഴികളൊക്കെ അടയിരിക്കുന്നുണ്ട്. ഒരു 4 കോഴികൾ അടയിരിക്കുന്നുണ്ട്. പിന്നെ 2 കോഴിക്ക് പിന്നെയും പൊരുത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കോഴിമുട്ട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി അട വെക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അടയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ വിരിഞ്ഞിറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ ഞാൻ മെലിഞ്ഞാന്നാട്ടോ നന്നാക്കാൻ നമ്മൾ കൊറിയർ സർവീസ് കൊടുത്തത്. ഇത്രയും ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരണം. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് പോകും, മലയിലേക്ക് പോകും, അമ്പലത്തിൻ്റെ അവിടേക്ക് പോകും. നാളെയാണല്ലോ പരിപാടി. അപ്പോൾ നാളെ ഫുൾ ടൈം ഞാൻ തിരക്ക് തന്നെയായിരിക്കട്ടെ. അവിടെ ആൾക്കാർ വരിക, അവരുടെ ഭക്ഷണവും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പോൾ നാളെ എന്തായാലും മിക്കവാറും വീഡിയോസൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്പലത്തിലെ കൂപ്പണൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ സ്വർണ്ണമോതിരമൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പോയി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഷോർട്സ് പോലെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ ഏതായാലും ഇന്നൊരു വീഡിയോ എടുത്തല്ലോ, നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാ നമ്മളെ ആശാമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവനെ നാളെ കൊണ്ടുപോകും. അതേപോലെ ഇവനെ കൊണ്ടുപോകുന്നില്ല, ഇവരെ അതേപോലെ നമ്മളെ കുറച്ച് കോഴികളൊക്കെ നമ്മൾ നാളെ നമ്മളെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പൂവൻ കോഴിനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൽ. അപ്പോൾ കുറച്ച് കോഴികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ കൊണ്ടുപോകും. പിന്നെ ആ ചാരപ്പട ഉണ്ടല്ലോ, ചാരപ്പട, അതേപോലെ ആ പൂവനല്ല വേറൊരു പൂവുണ്ട്, ഇവനെന്തൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക കേട്ടോ. ഈ പൂവനൊക്കെ ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പൂവുണ്ട്. അതേപോലെ തന്നെ വേറെ ഉണ്ട് കുറച്ച് പൂവന്മാർ കേട്ടോ. അതാ ഇവന് നമ്മുടെ തൊപ്പിക്കോയിൻ്റെ മക്കളാട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിയാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് കോഴികൾ നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്നത്തോടെ നമ്മൾ കൊടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു കോഴിയൊക്കെ കൊടുക്കാനുള്ള കോഴിയാട്ടോ. അത്യാവശ്യം നമ്മുടെ പൂവന്മാർക്കൊക്കെ നല്ല റേറ്റ് കിട്ടും ഈ ഒരു സീസണിൽ. അമ്പലത്തിൻ്റെ ഒരു സീസണിൽ കോഴികളൊക്കെ നല്ല ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല, ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പൂവനൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ചാരപ്പേട ഉണ്ടല്ലോ, ചാരപ്പേടനെ കാണിച്ചു തന്നില്ലേ, അതുണ്ട് കേട്ടോ.
ഈ ഒരു കൂട്ടിൽ ഇപ്പോൾ എന്താ പറയുക ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ഒരു കുരുപ്പ് വന്ന ഈ അസുഖമുള്ള കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ രാത്രി നല്ലതുപോലെ ഈ ഒരു മഴയൊക്കെ അല്ലേ, അപ്പോൾ രാത്രി നമ്മൾ ബൾബൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ട്, അതിനെക്കൊണ്ട് വലിയ പ്രശ്നമില്ല, കാറ്റും വെളിച്ചമൊക്കെ കിടക്കാൻ പറ്റിയ കൂടായതുകൊണ്ട്. അപ്പോൾ ഇനി കുറച്ച് കുഞ്ഞുങ്ങളും കൂടി ഉണ്ട്, കുറച്ച് അസുഖം ഭേദാവാൻ. അപ്പോൾ ഇവരെ ഞാൻ മാറ്റിയിട്ടിരിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടിൽ നമ്മുടെ ഒരു കോഴി ആടെ ഇരിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പെടയാട്ടോ, ആടെ ഇരിക്കുന്ന ഒരു പെടയാണ്, നല്ല വലിപ്പമുള്ള. ഇങ്ങനത്തെ കോഴിനൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട്. അത്യാവശ്യം നല്ല അടി ഇരിക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിയാട്ടോ അത്. പിന്നെ ഇവരൊക്കെ നമ്മൾ കൊടുക്കാറില്ല, അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇന്ന് മെയിനായിട്ട് നമ്മളാക്കുന്ന കുറച്ച് 2 ആൾക്കാരുണ്ട്, മുട്ടയിടുന്ന ആൾക്കാർ. അപ്പോൾ പുറത്ത് അടി ഇരിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇന്ന് നമ്മുടെ കൂട് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കിയായിരുന്നല്ലോ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വല ഇടലായിരുന്നു കേട്ടോ. ഇത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കോഴികളൊക്കെ ഇതിൻ്റെ മേലെ കയറി നിൽക്കും, പിന്നെ കൂട് അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഇപ്പോൾ പോകുന്നതിനെ കൊണ്ട് നമ്മളെ തൊട്ട് താഴെ കൈനോട് പറഞ്ഞു കേട്ടോ നമ്മൾ കൂട് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് വലയിട്ട് ഇതാക്കണം, അല്ലെങ്കിൽ കോഴി എന്ത് ചെയ്യും, കൂട്ടി കയറാതെ നേരെ ഇവിടെ നിന്ന് പറന്ന് ഇവിടെ വന്നാൽ കുത്തിരിക്കും. അങ്ങനെ എല്ലാ കോഴികളും ഇവിടെ ആട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെറുതായിട്ട് ഈ ഒരു പരിപാടി കേട്ടോ, ഈ ഇച്ചിരി വലയുണ്ട്, അതൊന്ന് മറക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വലയൊക്കെ അടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ സമയം അങ്ങ് പോകും. അപ്പോൾ ഇന്ന് ഞാൻ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്, ഇല്ലെങ്കിൽ കോഴി അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇതാക്കുന്ന ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടിലെ കോഴികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാനൊക്കെ ആകെ ബുദ്ധിമുട്ടാട്ടോ. ഇനിയിപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് തുറന്നു വിടാനൊക്കെ. അപ്പോൾ എന്തായാലും ഇവരെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോസൊക്കെ. പുതുതായിട്ട് നമ്മളെ കോഴിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കണ്ടോക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ അതേപോലെ കൂപ്പണ് നമ്മൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വകയാണ് സ്വർണ്ണമോതിരൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.